ബിസ്മില്ലാഹി അസലിയുണ്ട്. വഹുവ ഈ അസലി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും തിരിയും. എന്നാൽ പറയാ മാല അവലലഹു, അതിന് ആദ്യമല്ല, ആരംഭമല്ല, തുടക്കമല്ല. ഇപ്പൊ തുടക്കമല്ല ആരംഭമല്ല ഒന്നുമില്ലാത്തതിനെ കൊണ്ട് അസലി എന്ന് പറയാം. നിസ്ബത്തും ദിൽ അസൽ, അസൽ എന്നതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അസലി എന്ന് പറഞ്ഞത്. അസൽ എന്ന് പറഞ്ഞാൽ അൽ ഖദമു, പണ്ട് എന്നർത്ഥം. പണ്ട് പണ്ട് എന്ന് പറയുന്നത്. ഖബറുൻ ലി മഹദൂഫിൻ, കളയപ്പെട്ടൊരു മുബത്തദയുണ്ട്. ആ മുബത്തദക്കുള്ള ഖബറാണ് അസലിയും. മുബത്തദ ഐ ഹുവ, ഹുവ എന്നാണ്. വലം യസൽ വല യസാലു യുസീൽ സവാലാണ് എന്ന് പറഞ്ഞാൽ കാന ഫീമാ മല വയകൂനു ഫീമാ യസ്തഖ്ബിലു, കഴിഞ്ഞ കാലങ്ങളിലും ഭാവി കാലങ്ങളിലും യുസീൽ സവാല, നീങ്ങാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നീക്കിക്കളയുന്നവനാണ് അല്ലാഹ്. വയുഹവ്വിലുഹു, അതിനല്ലാഹു തെറ്റിക്കും. വയങ്കുലുഹു, അല്ലാഹു അതിനെ നീക്കം ചെയ്യും. അപ്പൊ ഖൗലുഹു, ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥകന്റെ വാക്ക് യുസീലു സവാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖബറുൽ ഫിഇലൈനി, രണ്ട് ഫിഇലിനുള്ള ഖബറായിട്ട് ഇത് വരും. വലം യസൽ വല യസാലു, ഇത് രണ്ട് ഫീലാണ്. ഈ രണ്ട് ഫീലും ഇവിടെ തനാസുയി, ഈ പറയുന്ന യുസീലു സവാൽ എന്ന് പറഞ്ഞ മഅമൂൽ തർക്കിച്ചു കൊണ്ടിരിക്കുവാൻ തനാസാണ്. അപ്പൊ ഇത് രണ്ടിനും ഖബറായിട്ട് വരും യുസീലു സവാൽ എന്നുള്ളത്. വഹുവ ലാ യുസാലു, ലാ യുസാലു എന്ന് വായിക്കണം. അസാല യുസീലു മിനൽ ഇസാലത്തി, ഇസാലത്തി എന്ന് പറയുന്ന മസ്തർ എന്നാണ് ലാ യുസാൽ ഉള്ളത്. അതിന്റെ അർത്ഥം എന്താ? ലാ യുഹവ്വിലുഹു വലാ യൻഖുലുഹു അഹദുൻ വലാ ശൈഉൻ വലാ സമാനുൻ, അല്ലാഹുവിനെ തെറ്റിക്കുകയോ നീക്കുകയോ ചെയ്യൂല ഒരാളുമില്ല, ഒരു വസ്തുവില്ല, ഒരു കാലവുമില്ല. അങ്ങനെ തന്നെ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ أي بحق هذه الآية أو بمقتضاها, ഈ ആയത്തിന്റെ ഹക്ക് കൊണ്ട് തേടുന്നു, അല്ലെങ്കിൽ അതിന്റെ മുക്തള എന്താണോ അത് തേടുന്ന എന്താണോ അതുകൊണ്ട്. രണ്ടർത്ഥമാണ്. വലഹുമാ സക്കന ഫിൽ ലൈലി വന്നഹാരി എന്ന് പറഞ്ഞാൽ ഐമ ഹല്ല ഫീഹിമാ, രാപ്പകലുകളിൽ ഇറങ്ങിയത് എന്തൊക്കെയോ അതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ് അർത്ഥം. അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതൊക്കെ അള്ളാഹ്ക്കുള്ള തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഐ കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും. ഫഹുവ റബ്ബുഹു വ ഖാലിഖുഹു വ മാലിക്കുഹു എന്നായി അർത്ഥം. ഏതൊരു വസ്തു ഉണ്ടെങ്കിലും ആ വസ്തുവിന്റെ ഉടമാധികാരം അള്ളാഹുവിനാണ്. അതിന്റെ സൃഷ്ടാവ് അള്ളയാണ്. അതിനെ സംരക്ഷിച്ച് പോറ്റുന്നതും പരിപാലിക്കുന്നതും റബ്ബാണ്. വഹുവ സമീഉൽ അലീം. വഹുവ അല്ലദീ അൻശാകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വ മുസ്തഖറും വ മുസ്തൗദഉൻ. മുസ്തഖറും വ മുസ്തൗദഉൻ എന്ന് പറഞ്ഞാൽ ഈ മക്കാനു ഖറാരിൻ ലക്കും, നിങ്ങൾക്ക് സ്ഥിരമായി നിൽക്കാൻ പറ്റുന്ന സ്ഥലം എന്നർത്ഥം. വഹുവർ റഹമു, അത് ഗർഭപാത്രം. അള്ളാഹ് നിങ്ങൾ നഫ്സ് ഉണ്ടാക്കിയെന്നല്ലേ, അപ്പൊ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു പാത്രം. അതുപോലെ അല്ലെങ്കിൽ ഔ ദാറു ദുനിയ, ഈ മുസ്തഖറായ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ ഗർഭപാത്രമായിരിക്കാം, അല്ലെങ്കിൽ ദുന്യവിയ വീട് നോക്കാം. പിന്നെ മൗലിസ്തീദായിന്നാണ്, സൂക്ഷിക്കലിനെ തേടുന്ന സ്ഥലം. ഇത് രണ്ടും ഉണ്ടെന്നാണ്. ആ മൗലി ഏതാണ്? സുൽബു അവൽ ഖബറു, ഒന്നിരിക്കൽ വാപ്പാന്റെ മുതുകായിട്ട് വരാം, അതിന് നിക്ഷേപിക്കപ്പെട്ടവര്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞവന്റെ ഖബറിൽ, രണ്ടും ആവാം. മുസ്തൗദമുണ്ട്. അത് ഫസ്സൽനൽ ആയാതി ലിഖൗമിൻ യഫ്ഖഹൂൻ ഖുൽ ഹുവല്ലദീ അൻശാകും വജഅലകും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലം മാ തശ്കുറൂൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ സല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ എന്നുള്ളടത്ത് ഒബി നുസ്ഖത്തിൻ, ഒരു നുസ്ഖയിൽ കാണുന്നത് സുഖൂത്തു ഖൈരി ഖൽഖിഹി, ഖൈരി ഖൽഖിഹി എന്നതിനെ കളഞ്ഞിട്ട് ഇവിടെ അലാ ഖൈരി ഖൽഖി എന്നാണോ? അത് ഇല്ലാതെയാണ്. മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈന വ താബിഈഹിം ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത്
വ്യാഖ്യാനിക്കേണ്ടതും എടുത്തു പറയേണ്ടതും മാത്രമേ മുബയ്യിന് കൊണ്ടുവരുന്നുള്ളൂ. എല്ലൊന്നുമില്ല. എന്നാ പിന്നെ ഇതൊക്കെ മൂല്യന്മാർക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഒഴിവാക്കിയത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ചില പദമാണിത്. യാ അല്ലാഹു യാ അല്ലാഹു ഫർജിനാ മിൻ വബാ, യാ അല്ലാഹു യാ അല്ലാഹു ഫർജിനാ ബിൻ നുബാ, യാ സുൽത്താൻ മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് എന്ന്. ഇവിടെ യാ അല്ലാഹു യാ അല്ലാഹു എന്ന് 2 വട്ടം വിളിച്ചിട്ട് പിന്നെ പറയുന്നത് ഫർജിനാ മിൻ വബാ. ഫർജിനാ മിൻ വബാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായി അസിൽഹു അന്നാ, ഈ വബ എന്ന് പറയുന്ന ഈ മാരക രോഗം ഞങ്ങളെ തൊട്ട് നീക്കിക്കളയ അല്ലാ എന്നതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ ഫലഅല്ല ഫീഹി ഖൽബൻ, അപ്പൊ ഈ പറഞ്ഞതില് ഒരു കൽബുണ്ട്, മറിക്കലുണ്ട് എന്നാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവുക അസില്? നമ്മുടെ യാ അല്ലാഹു ഫർജിനാ മിൻ വബ എന്നല്ലേ. എന്നാ അസിൽ അങ്ങനെയല്ല. വല്ല അസുലു ഫർജിജ് മിന്നൽ വബാ എന്നാണ്. ഫർജിജ് മിന്നൽ വബാ ആണുണ്ട്. അത് മാറ്റി മറിച്ചിട്ട് പറഞ്ഞതാണ് ഫർജിനാ മിൻ വബാ എന്നായി. യുഖാലു പറയപ്പെടാറുണ്ട് അറബി കലാമിലെ ഫറജല്ലാഹുൽ ഗമ്മ അൻഹു. ഇതെപ്പോഴാ പറയും? ഇതാ കശഫഹു വ അദ്ഹബഹു എന്ന. മനപ്രയാസം അല്ലാഹ് നീക്കിക്കളയുകയോ പോക്കിക്കളയുകയോ ചെയ്താൽ ഫറജല്ലാഹു അൽ ഗമ്മ അൻഹു, അവനെ തൊട്ടുള്ള ഗമ്മ മനപ്രയാസം അല്ലാഹ് നീക്കിക്കളഞ്ഞ അർത്ഥത്തിന് ഫറജ ഉപയോഗിക്കുന്നത്. പിന്നെ വൽ വബ എന്ന് പറഞ്ഞാൽ കമാ മറ, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അൽ മറദുൽ ആമു അവിത്താവ്, പൊതുവെ എല്ലാവരും ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള രോഗമായിരിക്കാം, രോഗവ്യാപകം വ്യാപകമായി നിൽക്കുന്ന രോഗമായിരിക്കാം, അല്ലെങ്കിൽ പ്ലേഗ് ആയിരിക്കാം. യാ അല്ലാഹു യാ അല്ലാഹു ഫർഹിനാ ബിന്നൂബ. ഇവിടെ ബിന്നൂബ അല്ലത്തി റഅയ്ന, നമ്മൾ കണ്ട ചില കോപ്പികളിൽ കാണുന്നത് ബിന്നൂബ ലൊമ്മു കൊടുത്തിട്ടാണ്. വലം അഖിം അലാ ദാലിക ലഫ്ളി, ആ പദം എന്താണെന്നില്ല ഞാൻ നിന്നിട്ടില്ല. വലഅല്ലഹു ബിഫത്ഹിൻ നൂനി മുഖഫഫൻ, ബിഫത്ഹിൻ നൂനി മുഖഫഫൻ, തഖ്ഫീഫാക്കപ്പെട്ട് ലഘുവാക്കപ്പെട്ടിട്ട് എന്ത് ചെയ്യാ? നൂന് 10 കൊടുത്തിട്ട് പറയാം ബിനബ, തഖ്ഫീഫാക്കി പറയാം നബ. അപ്പൊ മുഖഫഫിൻ നബ മഹ്മൂസിൻ, ലാവ് ഫീല് ഹംസയാക്കപ്പെട്ട നബ എന്ന് പറഞ്ഞ ഫീലുണ്ട്. ആ ഫീലിൽ നിന്ന് തൗക്കീദിനെ നൂന് കൊടുക്കാതെ സാധാ നൂന് കൊടുത്തിട്ട് നബ എന്ന് 10 കൊടുത്തിട്ടും പറഞ്ഞതാക്കാം. അങ്ങനെ വന്നേക്കാം. അതിന നബ എന്ന് പറയുമ്പോൾ ഖബർ, ഖബറിന്റെ അർത്ഥം വർത്തമാനം പറയുന്ന ഐബിൽ ഖൈരി. അപ്പൊ അല്ല ഐബിൽ ഖബർ എന്ന അസാരി, സന്തോഷിപ്പിക്കുന്ന വർത്തമാനം എന്നതുകൊണ്ട് അർത്ഥം വരുന്ന നബ. ആ നബയിലെ ലഘുവാക്കപ്പെട്ട നൂന് 10 കൊടുത്ത് വായിക്കുന്ന ബിനബ എന്ന് വായിക്കാം. ഫൽയുറാസ്, അതിനെ ആവർത്തിച്ച് മനസ്സിലാക്കിക്കോട്ടെ എന്നർത്ഥം. ഇങ്ങനെ ഉപരി പറഞ്ഞിട്ട് പിന്നെ ഉപരി പറയുന്നത് സുമ്മ റഅയ്തു ഫി നുസ്ഖതി ബഅദി മശായിഖിന റഹ്മഹുല്ലാഹു തആല, നമുക്കുള്ള ചില മശായിഖന്മാരുടെ കോപ്പിയിൽ ഞാൻ കണ്ടു ലബ്തദാലിക ബിഫത്ഹിൻ നൂനി, നൂന് 10 കൊടുത്തുകൊണ്ട് എന്തായി ലമ്മിട്ട് 10 ഇട്ട് കൊടുത്ത് ലബ്താക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെന്ത് വായിക്കാൻ? നബാന്ന് വായിക്കാൻ, നൂബാന്നല്ല. സുമ്മ അഖ്ബറനി ബഅദുൽ ഇഖ്വാൻ അസ്ലഹല്ലാഹു ലീ വലഹു ശഅന, അവർക്കും എനിക്കും അവസ്ഥ അല്ലാഹ് നന്നാക്കി തരട്ടെ. ചില സഹോദരന്മാർ എന്നോട് പറഞ്ഞു അന്നുബിൽ വമ്മി, അല്ല നബ എന്നല്ല നുബ എന്ന വായിക്കേണ്ടത്. ജംഉ നബി, നബിയിന്റെ ജമ്മായിട്ട് നുബ എന്ന് വായിക്കണം. അപ്പൊ നബ എന്നുള്ളതായിരിക്കുന്ന നബയല്ല. അങ്ങനെ കണ്ടിരുന്നു ചില ആൾക്കാർ പറഞ്ഞത് അങ്ങനെ നുബ. അപ്പൊ അതുകൊണ്ട് ഇക്കാരം യാ അല്ലാഹു ഫർഹിനാ ബിന്നുബ എന്ന് വന്നത്. അപ്പോൾ മാന അങ്ങനെ വരുമ്പോ എന്താ അർത്ഥം? അത്തവസ്സുറു ബിൽ അംബിയാഇ ലിഹുസൂൽ ഫറഹി വസ്സുറൂരി എന്ന, സന്തോഷങ്ങളും മനസ്സമാധാനവും ലഭിക്കുവാൻ വേണ്ടി
അമ്പിയാക്കോട് തവസ്സുൽ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സുമ്മ റഅയ്തു ഫീ ലിസാനിൽ അറബ് അൽ മുഹയ്യത്തിൽ അല്ലാമത്ത് ബിൻ മൻസൂർ, അല്ലാമത്ത് ബിൻ മൻസൂറിനുള്ള ലിസാൻ അറബിൽ മുഹയ്യത്ത് എന്ന കിതാബ് ഞാൻ കണ്ടു. അത് വായിച്ചു നോക്കുമ്പോ അന്ന സീബവൈ കാല, നഹ്വിൽ അഗ്രഗണ്യനാണ് സീബവൈ, മൂപ്പര് പറയാണ് ഇന്നൽ ഹംസത്ത ബിൻ നബി, നബി എന്നതിൽ ഹംസ ഉണ്ടാകുമ്പോ ആ നബി ലുഗത്തൻ ഭാഷാപരമായിട്ട് നബി ഹംസ വന്നാൽ അർത്ഥം റദീഅത്തുൻ താന്നത് മോശമായി എന്നാണ്. ഫഖദ് ഖീല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, എത്തരത്തിൽ നബി തങ്ങളെ അങ്ങനെ വിളിക്കപ്പെട്ടിട്ട് യാ നബി അല്ലാഹ്, യാ നബി അല്ലാഹ് എന്ന് പറയാ, യാ നബി അല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ട് ഹംസ കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മോശമായിരുന്നില്ല അർത്ഥം. ഫഖാലഹു, അപ്പൊ നബി തങ്ങൾ അവനോട് പറഞ്ഞു ലാ തംബുർ ബിസ്മി, എന്റെ പേര് നീ നാശമാക്കി വിളിക്കല്ലേ, എന്നെ ഇറപ്പാക്കി വിളിച്ചല്ലേ എന്ന് പറഞ്ഞു. എന്റെ പേരോട് നീ മോശമാക്കല്ലേ എന്നായിരിക്കും. അപ്പൊ അങ്ങനെ തന്നെ വിളിക്കല്ലേ എന്നാ എന്ന് പറഞ്ഞാൽ തംബുർ ബിസ്മി എന്ന് പറഞ്ഞ അയില്ല തഹ്മസ്ബി, ആ പേരിലെ ഹംസ ചേർത്ത് വിളിക്കല്ലേ എന്നാ പറഞ്ഞത്. അപ്പൊ ഹംസ ചേർത്ത് വിളിച്ചാൽ മോശമാണെന്ന് അർത്ഥമായി. ഫഇന്നമ അന നബിയുള്ള, ഞാൻ നബിയാണ്, അള്ളാഹ് നബിയാണ്. അപ്പൊ നബിയുള്ള, നബി ഉള്ള എന്നല്ല. നബി എന്നൊരു ജമ്മ് അംബിയാ നബാ നുബാ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ അതെടുക്കാൻ നുബാ അംബിയാക്കൾ, അംബിയാക്കളെ കൊണ്ട് നമ്മൾക്ക് സന്തോഷം നീ നൽകണേ അള്ളാഹ് എന്നാ പറഞ്ഞത് അർത്ഥം. അബ്ബാസ് ബിനു മിർദാസ്, അബ്ബാസ് ബിൻ മിർദാസ് തങ്ങൾ പാട്ട് പാടിയിട്ടുണ്ട്. ഇതിന് തെളിവായിട്ട് നുബാന്ന് വായിച്ചിട്ട് യാ ഖാതിമൻ നൂബാഇ ഇന്നക മുർസലൂ ബിൽ ഖൈരി കുല്ല ഹുദൻ സബീലി ഹുദാക ഇന്നൽ ഇലാഹ തനാ അലൈക മഹബ്ബതൻ ഫീ ഖൽഖിഹി വ മുഹമ്മദൻ അസ്മാക. അമ്പിയാക്കൾ അവസാനത്തെ വരെ നിന്നിടത്ത് നുബാഇ എന്നാ വിളിച്ചത്. അവൻ നുബാഇ എന്നുണ്ടാവും. ഇന്നക്ക മുർസലും ബിൽ ഖൈരി, നന്മ കൊണ്ട് അയക്കപ്പെട്ടവരാണ് അങ്ങ്. കുല്ല ഹുദ സബീലി ഹുദാക, സന്മാർഗത്തിന് എല്ലാ വഴികൾക്കും അങ്ങയുടെ ഹുദയാണുള്ളത്. ഇന്നൽ ഇലാഹ തനാ അലൈക മുഹബ്ബതൻ ഫീ ഖൽഖിഹി വ മുഹമ്മദൻ അസ്മാക. പടച്ച റബ്ബ് അങ്ങയെ വളരെ പുകഴ്ത്തിയിട്ടുണ്ട്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളവരായിക്കൊണ്ടാണ് പുകഴ്ത്തിയത്. മുഹമ്മദൻ എന്ന് നാമകരണം ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഈ ബൈത്തിൽ നുബാ എന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇവിടെ എന്താക്കുക, അംബിയ നുബാ എന്ന് വായിച്ചിട്ട് നൂബാന്നാക്ക, നബീന്റെ അമ്മാക്കാൻ പറ്റൂല എന്നായി. പിന്നുള്ളത് എന്താണ്? യാ സുൽത്താൻ മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളെ, സുൽത്താനായി വരുന്നതാണ് മുഹിയുദ്ദീൻ തങ്ങളെ, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അള്ളാഹുവേ, വിജയം കൊണ്ട് ഞങ്ങൾക്ക് നീ വേഗമാക്കിക്കൊണ്ടാന്ന് അതിനർത്ഥം. ഇനി അവിടെ വ്യാഖ്യാനം എന്താ നോക്കാം. ഈ ഖത്തിബാലി മശായിഖിന, നമ്മുടെ ശൈഖന്മാരിൽ ചില ആൾക്കാരുടെ വരിയിൽ കണ്ടത് ലഅല്ലഹു അവിടെയുള്ളത് ആയേക്കാം ബി സുൽത്താൻ, യാ സുൽത്താൻ എന്നുള്ള ബി സുൽത്താൻ എന്ന ഇക്കാരം എന്നാവാൻ സാധ്യതയുണ്ട്. തവസ്സുലാണല്ലോ. അയ്യിദു ബി സുൽത്താൻ എന്നതായിരിക്കാം എന്നതിന് ശക്തിപ്പെടുത്തുന്നുണ്ട്. മാ അഖ്ബറനി ബിഹി ബഅദു മൻ ആസിഖു ബിഹി, എനിക്ക് വിശ്വാസമുള്ള ഉറപ്പിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നഹു റഅ ഫീ നുസ്ഖത്തിൻ ബിൽ ബായി, ചില കോപ്പികൾ മറിച്ചു നോക്കുമ്പോൾ കണ്ടത് യാ സുൽത്താൻ എന്നുള്ളത് ബി സുൽത്താൻ എന്നാണ്. ബദല ഹർഫി നിദായ്, നിദായിന്റെ ഹർഫിന് പകരം ബ ആണ്. അപ്പൊ യാ സുൽത്താൻ എന്ന് വായിച്ചാലും തെറ്റില്ല, ബി സുൽത്താൻ വായിച്ചാലും തെറ്റില്ല എന്നാ മനസ്സിലാണത്. അങ്ങനെ ഖുതുബിയത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ പ്രാർത്ഥന ഉണ്ട്, അത് കഴിഞ്ഞു. അത് ലാസ്റ്റ് ബെയ്ത്തുമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? സുമ്മ യഖ്റഉ സൂറത്തുൽ ഫാത്തിഹത്തി വൽ ഇഖ്ലാസ് സലാസൻ വൽ മുഅവ്വിദതൈന, ഒരു വട്ടം ഫാത്തിഹ ഓതി, 3 വട്ടം ഖുൽ ഹുവല്ലാഹ്, പിന്നെ 2
മുഅവ്വിദത്തൈൻ ഓതണം എന്നാണ്. അത് കഴിഞ്ഞിട്ട് സുമ്മ യദൂബി ഹാദ ദുആഇ, ശേഷം പറയുന്ന ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖുല്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിം ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതാണ് ആ പ്രാർത്ഥന. ആദിഹി ഈ സലാത്ത് ഹിയസ്സലാത്തു തഫ്രീജിയ്യത്തു, തഫ്രീജിയ്യത്ത് എന്ന് പറയുന്ന സലാത്തായി അശ്ശഹീർ സിർറുഹാ ബിത്തജറുബത്തി. ഇത് പരിശോധിച്ച് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് പരീക്ഷ നടത്തിയിട്ടുണ്ട്. പരീക്ഷണം കൊണ്ട് ഈ സ്വലാത്തിന്റെ രഹസ്യം എന്താണ്? പ്രചാരമാണ്. അങ്ങനെ പ്രചാരമുള്ള ഒരു തഫ്രീജിയത്ത് കിട്ടുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. മനസ്സിലാകെ തുറവടിപ്പാട് ലഭിക്കും എല്ലാ വിഷമത്തിൽ നിന്നും. അപ്പോൾ ഈ സലാത്തു തഫ്രീജിയത്തിന് പേരുണ്ട് സലാത്തുൻ നാരിയ. അപ്പൊ സലാത്തു തഫ്രീജിയത്തും സലാത്തുൻ നാരിയത്തും ഒന്നാണ്. എന്തുകൊണ്ട്? ലിഅന്നകും നിശ്ചയമായിട്ടും അവർ ഇദാ അറാദു തഹ്സീല മത്ലൂബിൻ ഔ ദഫ്ഇ മർഹൂബിൻ, ഭയപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും മുസീബത്തുണ്ടെങ്കിൽ അത് തട്ടിപ്പോകാനും, അല്ലെങ്കിൽ നല്ല കാര്യം തേടപ്പെടുന്നു അത് കരഗതമാകാൻ. അപ്പോൾ ഒരാൾക്ക് വീട് വേണം, അല്ലെങ്കിൽ ഗൾഫിൽ പോകണം, ഇതൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ശിക്ഷ ഇല്ലാതെ ആവണം, ജയിലിൽ പോരണം, ഇങ്ങനെയുള്ള കാര്യം ഉദ്ദേശിക്കും ജനങ്ങൾ. അങ്ങനെ അജിത്തബി മജ്ലിസിൻ, അവരെല്ലാവരും ഈ കാര്യം നേടാൻ വേണ്ടി ഒരു സദസ്സിലങ്ങൾ ഒത്തുകൂടും. എന്നിട്ട് ഈ സ്വലാത്ത് അവർ ഓതും. 4444 കണക്ക് ഇവർ പൂർത്തീകരിച്ച് ചെല്ലും. പഴയ കാലങ്ങൾ അങ്ങനെ കണ്ടായിരുന്നു, ഇപ്പൊ എടുത്തു പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു മാസത്തിലൊരിക്കൽ വമ്പൻ സലാത്ത്, നാരിയ സലാത്ത്. അതിൽ കിട്ടുന്ന പണം വിദ്യാർത്ഥികൾക്കുള്ളതായ ചികിത്സ, ചായ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. അതിന്റെ വരുമാന മാർഗമായിട്ട് കണ്ടിരുന്നു. ഇന്നിപ്പോ നടക്കുന്ന വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ നാരിയത് സലാത്ത് അതിനാണ്. ഇങ്ങനെ ചെല്ലുമ്പോ എന്നാലും മത്ലൂബഹു ശരിയാൻ, അതിവേഗത്തിൽ അവർക്ക് തേടിയത് കിട്ടും. കന്നാരി തീയ് പോലെ തിവയാതി ആളിക്കത്തോർ എന്നതുപോലെ നടത്തും, അത്ര വേഗത. ആ നിലക്ക് നോക്കിയിട്ട് നാരിയത്ത് സലാത്ത് എന്ന് പേര് വെച്ചത്. ഖാറിൽ ഇമാമുൽ ഖുർത്തുബിയു, ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, മൻ അറാദ തഹ്സീല അംരി മുഹിമ്മിൻ ഔ ദഫ്അ ബലാഇൻ മുലിമ്മിൻ, വേദനാജനകമായി പ്രയാസപ്പെടുന്ന പരീക്ഷ തടുക്കലിനെയോ മുഖ്യമായ വല്ല കാര്യങ്ങൾ കരഗതമാകലിനെയോ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നവൽ യഖ്റ ആദിഹി സ്വലാത്ത ബിദാലിക്കൽ അർദി, ഈ പറഞ്ഞ 4444 എണ്ണ പ്രകാരം ഈ സലാത്ത് അവൻ ചൊല്ലിക്കോട്ടെ, വായിച്ചോട്ടെ. വൽ യതവസ്സൽ ബിക ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്നിട്ട് ഈ സ്വലാത്ത്, ഈ നാരിയത്ത് സ്വലാത്ത് കൊണ്ട് നബിയിലേക്ക് അവൻ തവസ്സുൽ ചെയ്യട്ടെ. ഫഇന്നല്ലാഹ യുഹസ്സിലു മുറാദു, തീർച്ചയായും കട്ടായമാണ്, എന്താണോ അവന്റെ ഉദ്ദേശമെങ്കിൽ അത് നിറവേറാൻ കഴിയുമെന്നാണ് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നത്. അതിന്റെ നിബന്ധന പാലിച്ചുകൊണ്ടായിരിക്കണം മാത്രം. നിബന്ധന ഇല്ലാത്തത് കൊണ്ടാ ഒന്നും നമുക്ക് നിറവേറാൻ കഴിയാത്തത്. വഖദ ഇബ്നു ഹജർ അസ്കലാനി, ഇങ്ങനെ തന്നെയാണ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങളും പറഞ്ഞിട്ടുള്ളത്. ദിക്റ ഖവാസി ഹാദൽ അദദ് ദക്കറ, മുപ്പര് പറഞ്ഞിരിക്കുന്നു, ഖവാസ് ഹാദൽ അദദ്, ഈ പറയുന്ന എണ്ണത്തിന്റെ പ്രത്യേകത എന്തെന്ന് മുപ്പര് പറഞ്ഞിട്ടുണ്ട്. വഹിയ മഷ്ഹൂറത്തുൻ, എന്നാൽ ഈ നാരിയത്തു സ്വലാത്ത് പ്രചാരപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ബി അന്നഹ, നിശ്ചയമായിട്ടും ഈ നാരിയത്തു സ്വലാത്ത് സയ്യിദുൽ ഖുത്ബി ശരീഫ് അഷ്ഷഹീദ് അബ്ദുസ്സലാമിനി മിശ്ശീസ് ഖുദ്ദിസ സിർറഹു എന്ന് പറയുന്ന ഖുത്ബിനുള്ളതാണ്, മൂപ്പരുണ്ടാക്കിയതാണ് ഈ സ്വലാത്ത് എന്ന് കാണാം. ഇവരാരായിരുന്നു? ഉസ്താദുൽ ഖുത്ബുൽ അക്ബർ സയ്യിദുന അബുൽ ഹസൻ ശാദിരി റളിയല്ലാഹു അൻഹു. സയ്യിദ് അബുൽ ഹസൻ ശാദിരി തങ്ങളുടെ ഗുരുനാഥനാണ് ആര്? ഈ പറഞ്ഞ മഹാൻ. ആ മഹാൻ ഉണ്ടാക്കിയതാണ് ഇത്. വഖാല ശൈഖു യൂസുഫ് നബ്ഹാനി, യൂസുഫ് നബ്ഹാനി പറയുന്നു, ഇന്നഹ
നിശ്ചയമായിട്ടും ഈ നാരിയത്ത് സ്വലാത്തിനെ തുൻസബുൽ ആരിഫില്ലാഹി സയ്യിദ് ഇബ്രാഹിം താസി റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം എന്ന് പറയുന്ന മഹാനിലേക്ക് ആരിഫ് ബില്ലയിലേക്ക് ഇതിനെ ചേർക്കപ്പെടാന്നാണ് യൂസുഫ് നബ്ഹാനി പറയുന്നത്. അപ്പൊ പലർക്കും പല അഭിപ്രായമുണ്ട് എന്നർത്ഥം. പടിഞ്ഞാറ് ദേശങ്ങളിൽ ഈ സലാത്തിനെ പറ്റി അറിയപ്പെടുന്നത് താദിയ സലാത്തി എന്നാണ്. ഇപ്പൊ താദിയ സലാത്ത് വരാൻ കാരണം ഇബ്രാഹിം താജ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് കൊണ്ടാണ്. കമാ ബയ്യന്നാഹു ഫി തൻവീരി സറാത്തി ബി ശറഹി ദലായിൽ ഖൈറാത്ത് എന്ന് കാണാം. ഈ തൻവീരിൽ സറാത്തി ബി ശറഹി ദലായിൽ ഖൈറാത്ത് എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ നമ്മൾ ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞതുപോലെ എന്ന് വേണം. അത് കഴിഞ്ഞിട്ട് എന്താ ദ്വാരിക്കേണ്ട സലാത്ത് അങ്ങനെ കഴിഞ്ഞു. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു തുടങ്ങുന്നു. മർറഫിൽ മുഖദ്ദിമത്തി, ഈ ഖസീദ തുടങ്ങുന്ന ഒരു മുഖദ്ദിമ ഉണ്ടായിരുന്നു. ആ മുഖദ്ദിമയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, അന്ന ഈസാല ഐനി സവാബിൽ ഖിറാഅത്തി ഗൈറു മുറാദിൻ. ഇവിടെ ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദത്തൈൻ ഓതി. ഈ ഓതിയതിന്റെ ഐന് സവാബ് ചേർക്കലല്ല അവിടെ ഉദ്ദേശം. അതങ്ങനെ തന്നെ കൊടുക്കലല്ല. പിന്നെന്താ, ബൈൽ മുറാദ് ഈസാലു മിസ്ലി സവാബിഹ. ആ ഖിറാഅത്തിന് സവാബ് എന്താണോ കിട്ടുക അത് പോലോത്ത് ചേർക്കുക എന്നാണ് ഉദ്ദേശം. അപ്പൊ ലഫ്ള് മിസ്ലി, അപ്പൊ മിസ്ലി എന്ന് പറയുന്ന ലഫ്ള് മുറാദുൻ, അവിടെ ഉദ്ദേശമുണ്ട്. വഇല്ലം യുസർരിഹ് ബിഹ, മിസ്ലി എന്ന് പറയുന്ന പദത്തിനെ ആ പ്രാർത്ഥിക്കുന്ന ആള് മിസിൽ ചേർത്തി പറഞ്ഞിട്ടില്ല എങ്കിലും പ്രാർത്ഥനയിൽ മിസിലാണ് ഉദ്ദേശം. അപ്പൊ സർറഹ ശൈഖ് ബിദാലിക ലഫ്ളി തസ്ലിയമിൽ മുറാദ്, എന്താണ് ഇവിടെ പറയുന്ന ഉദ്ദേശം എന്നതുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മിസിൽ എന്ന പദം ഷെയ്ഖ് പറഞ്ഞു ചെയ്ത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആദിക് എന്ന് പറഞ്ഞാൽ സിഫത്തുൽ ലിമൽ മൗസൂലത്തി ബി ഖറഇനാഹു എന്നതുകൊണ്ട് മൗസൂലാക്കപ്പെടുന്ന മായുണ്ട്. ആ മാക്ക് സിഫത്തായിട്ട് വരുന്ന ഒന്നാണ് ഹാദി. എങ്ങനത്തത്? ഇത് ഹദിയത്ത് എന്ന് പറഞ്ഞ ഹാലും മിൻഹ, ഈ പറയുന്ന ഹാദിയ നിന്ന് ഹാലായിട്ട് ഹദിയത്തൻ, ഇത് ഹദിയയായ നിലയിൽ. വാശിരത്തം മിന്ന, നമ്മളെ ഭാഗം ചേരുന്ന ഹദിയായിട്ട്. ഒഫീനുസ്ഖത്തിൻ, ചില കോപ്പിൽ കാണുന്നത് സുഖൂത്തുഹു, ഇവിടെ വാശിരത്തം മിന്ന എന്നതിൽ കളഞ്ഞു കാണുന്നുണ്ട്. ഇലാ ഹളിറത്തി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم إلى حضرة جميع الأنبياء المرسلين تقدم الكلام في إتيان ثم والواو في المقدمة. മുമ്പ് പറഞ്ഞ മുഖമുരയിൽ വാവ് സുമ്മ ഇത് രണ്ടും കൊണ്ടുവരുന്നതിനുള്ള സംസാരം എന്നത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. وأصلح بعض مشايخنا هذا أيضا. സുമ്മിയും ബാബു കൊണ്ടുപോലെ തന്നെ ചില മശായിഖന്മാർ ഇതിൽ വാവ് കൊടുത്തിട്ട് അസ്ലഹ എന്ന് പറഞ്ഞു. വാവ് കൊടുത്ത് നന്നാക്കിയിട്ടുണ്ട്. അതെങ്ങനെ പറഞ്ഞത്? സുമ്മയില നല്ല ഹളിറത്തി എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. അമ്പൽ ചിന്തിച്ചു നോക്ക് ഈ വിഷയമൊക്കെ. സുമ്മയില അർവാ ജമീ സ്വഹാബത്തി വത്താബിഈന ثم إلى أرواح جميع الأولياء والعلماء والشهداء والصالحين ثم إلى أرواح جميع المؤمنين اللهم ادفع عنا الوباء والبلاء بحقهم يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا لا تزغ أرضا لا تملك عن الهداية. സന്മാർഗത്തെയും വിട്ട് ഹൃദയത്തിന് ചായ്പിക്കല്ല അല്ലാഹ്. ബൽ അദിംഹ അലൽ ഹഖ്, ഹഖിന്റെ മേൽ ഈ ഹൃദയങ്ങളെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഖ്തിം കലാമനാ ബികലിമത്തി തൗഹീദ് വജ്അൽനാ മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സാലിഹീന യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ബഹുമാനികളെ, പല കിതാബുകളും ഈ സാധുവായ ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിന്റെയും മറ്റു പലരുടെയും പ്രചോദനം കൊണ്ടും കിതാബ് വരുത്തി കിട്ടി കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് എന്റെ അറിവ് വെച്ച് വിശദീകരിച്ചു.
അതെല്ലാം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഖുതുബിയത്തിന്റെ വ്യാഖ്യാനമായിരിക്കുന്ന സഫീന എന്ന് പറയുന്ന കിതാബും ഈ കിതാബ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇത് ശ്രവിച്ചവർക്കും ശ്രദ്ധിക്കുന്നവർക്കും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ ആളുകൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതിന്റെയൊക്കെ സവാബ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഗുരുനാഥന്മാരുണ്ട്, മശായിഖന്മാരുണ്ട്, മാതാപിതാക്കൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. നമ്മുടെ ഇൽമുകളിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കുവാനും പറയുവാനും ഇനിയും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്വാദുവായി എനിക്കും കുടുംബത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നും വേണ്ടുന്ന വിധത്തിലെല്ലാം സഹകരിക്കുകയും സഹായിക്കുകയും വേണമെന്നും ഇനി നമുക്ക് തുടങ്ങേണ്ട വിഷയം എന്ത്, ക്ലാസ് എന്ത്, നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് അഭിപ്രായം എന്നിൽ അറിയിക്കുക. ഞാനും തന്നെ ഒന്ന് വിശകലനം ചെയ്യട്ടെ. അഭിപ്രായമെല്ലാം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടിരിക്കുവാൻ വേണ്ടി കാതോർത്തു ഞാനിതാ കാത്തിരിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.